ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ടാണ്. ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ കോളേജിലേക്കും വർക്കിനൊക്കെ പോകുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണ് ഇത്. ഇതിൽ ഞാൻ കൺസീലറോ ഫൗണ്ടേഷൻ പിന്നെ കോമ്പാക്ട് പൗഡറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 4 to 5 പ്രൊഡക്ട്സേ ആകെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനാണ് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ മെബിലൈൻ്റെ ഐ മേക്കപ്പ് റിമൂവറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എത്ര വാഷ് ചെയ്താലും കൺമഷി പോകാൻ കുറച്ച് പ്രയാസമാണ്. അത് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റിമൂവർ വെച്ചിട്ട് ഒന്ന് തൂത്ത് കളയുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അടുത്തത് ഞാൻ ലോട്ടസിൻ്റെ മൾട്ടി ഫങ്ഷൻ സൺബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പീ സൈസ് എമൗണ്ട് എടുത്തിട്ടുള്ളൂ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ലോട്ടസിൻ്റെ. ഇത് ടിൻറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരു ലോ ടു മീഡിയം കവറേജ് ഫൗണ്ടേഷൻ്റെ ഒരു എഫക്റ്റ് തരും നമുക്ക്. ഇതിൻ്റെ ഫോർമുല നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. സോ ഹെവി ആയിട്ടൊന്നും തോന്നില്ല നമുക്ക്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവും. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലോലെസ് സ്മൂത്ത് ഫിനിഷ് കിട്ടും. അധികം ബ്ലെമിഷസും ഡാർക്ക് സ്പോട്ട്സും ഒന്നും ഇല്ലാത്തവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യാം. അടുത്തത് ഞാൻ സെബാമെഡിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സൺബ്ലോക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൗഡർ യൂസ് ചെയ്യുന്നത്. ഒരു പൗഡർ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. കാരണം ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് പൗഡർ അങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നാറില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ബ്രോ ഡിഫൈനർ ആണ്. ജെറി ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഡ്യുവൽ എൻഡഡ് പെൻസിലാണ്. ഒരു എൻഡിൽ സ്പൂളിയും ഒരു എൻഡിൽ പെൻസിലും ആണ്. അപ്പോൾ ഞാൻ ആദ്യം സ്പൂളി വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുക. എനിക്ക് നല്ല ഡാർക്കും അതുപോലെ തന്നെ ലോങ്ങും ആയിട്ടുള്ള ഐബ്രോ ആണ് ഇഷ്ടം. സോ ഞാൻ ഔട്ട്ലൈൻ വരച്ചിട്ട് പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് ചെയ്യാറ്. എനിക്ക് പേഴ്സണലി ബ്രൗൺ ഷെയ്ഡാണ് ഇഷ്ടം. ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് നമ്മൾ ഐബ്രോ ഡിഫൈൻ ചെയ്യുമ്പം ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ബ്രൗൺ ആവുമ്പം നന്നായി ബ്ലെൻഡ് ആയിക്കോളും, ഡിഫൈൻ ചെയ്തൊന്നും തോന്നാറില്ല. ഓക്കെ, അപ്പോൾ ഐബ്രോസ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഐസിലോട്ട് കിടക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ 9 to 5 വെയ്റ്റ്ലെസ് മോസ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് പ്ലം ഫെദർ എന്നാണ്. ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ലിപ്സ്റ്റിക്കാണ്. ഒരു മൾട്ടി പർപ്പസ് ലിപ്സ്റ്റിക്കാണ്. ഞാനിത് ബ്ലഷിനും അതുപോലെ തന്നെ ഐ ഷാഡോയും ലിപ്സ്റ്റിക്കും ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പൗഡേർഡ് ഫോർമുലയാണ് ഇതിൻ്റെ. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഷെയ്ഡ് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ റിക്വയർഡ് എമൗണ്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു കളറിനനുസരിച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്യാണ്. ഐലിഡ്സിലൊന്നും ഇല്ലാതെ ആകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഡൾ ലുക്കാണ് തോന്നാറ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ വല്ല ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഐ ഷാഡോ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു ഫ്രഷ് ലുക്ക് തോന്നാറുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ലാക്മേ അബ്സൊല്യൂട്ടിൻ്റെ കോൾ അൾട്ടിമേറ്റ് കാജൽ. ഇതും ഒരു ഡ്യുവൽ എൻഡഡ് പെൻസിലാണ്. ഒരു എൻഡിൽ പെൻസിലും ഒരു എൻഡിൽ സ്മഡ്ജറുമാണ് വരുന്നത്. ഇതൊരു ഡാർക്ക് ബ്രൗൺ എന്തോ ഒരു ഷെയ്ഡാണ് ഇത്. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് ചെറുതായി, അതുകൊണ്ടാണ് ഞാൻ മറ്റേത് കാണിച്ചു തന്നത്. സോ ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ലാക്മേ അബ്സൊല്യൂട്ടിൻ്റെ തന്നെ കോൾ കാജലാണ്. ഫസ്റ്റ് ഞാൻ മേളിലത്തെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ മുകളിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിന് ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്മഡ്ജർ വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്.
എനിക്ക് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രം മതി, കട്ടിയിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒന്ന് ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. സോ കണ്ണിൻ്റെ അടിയിൽ ഞാൻ അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. എൻസിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഉള്ളിലോട്ട് അത് ഞാൻ സ്മഡ്ജ് കഴിഞ്ഞാൽ ഞാനൊരു ടൈനി ഡോട്ട് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ഇടും. എന്നിട്ട് അതും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു നാച്ചുറൽ ഒരു ഫിനിഷ് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ ഇതാണ് എൻ്റെ സിമ്പിൾ ഈസി ഡെയിലി വെയർ മേക്കപ്പ്. സോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു.